ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂടാക്കിയല്ലേ, അന്നേരം നമ്മളൊന്ന് വത്തക്ക ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഷെയ്ക്ക് അടിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വത്തക്കേൻ്റെ കുരു ഒന്നും കളയല്ലേ. കുരുവിലാണ് ഏറ്റവും വത്തക്കേനെ കാട്ടി ഗുണങ്ങളുള്ളത്. അതുകൊണ്ട് കുരു നമുക്ക് അതുപോലെ ഇടുക. മിക്സിയൊന്നും വേണ്ടല്ലോ. വത്തക്ക ആയതുകൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ എളുപ്പം ഇങ്ങനെ ഇതെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഒരു കഷ്ണം താഴെയൊക്കെ പോയേ. അങ്ങനെ അതിനെയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ വത്തക്കേനെയൊക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തിയെടുത്താൽ തന്നെ നിറയെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേ. ഇവിടെ വീട്ടിലെല്ലാവർക്കും സുഖമില്ല, പനി, അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഷോർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നെങ്കിലും എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ കുറേ കുറവായിരുന്നു ഇട്ടത്. പിന്നെ എന്നാൽ കുറച്ചൊക്കെ കുറവുണ്ട്. അന്നേരം പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പരിപാടി. അങ്ങനെ വത്തക്ക ഫുൾ മാക്സിമം നമ്മൾ എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ആരും പിന്നെ അങ്ങനെ ആക്കിയെന്ന് പറയരുതേ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ടേ. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും കമൻ്റ് അടിക്കാനും, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണല്ലോ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഇതാ മാക്സിമം തോണ്ടിയെടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ തോണ്ടിയെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ പിന്നെ അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ. അങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഇതിനൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ അതിലേക്ക് വന്നോളുണ്ട്. ഒരിക്കൽ കൂടി പറയാണ്, ഇതിൻ്റെ കുരുകളൊന്നും കളയരുത്. വത്തക്കേനെയും കാട്ടി എല്ലാം നിറഞ്ഞിരിക്കുന്ന വിറ്റമിനും കാൽസ്യമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് വത്തക്കേൻ്റെ കുരുകൾ. അങ്ങനെ കുരുകളൊന്നും കളയാത്തതുകൊണ്ട് നമുക്ക് ചവച്ചരച്ച് തന്നെ തിന്നാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വത്തക്കേനെ ഇങ്ങനെ ഫുള്ളായിട്ട് ചെറുതായി ഇങ്ങനെ കുത്തി ചെറുതാക്കി എടുക്കണം കേട്ടോ. പെട്ടെന്ന് നടക്കുന്ന പരിപാടിയാണ്. വത്തക്ക ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചെറുങ്ങനെ ആയി കിട്ടും. അങ്ങനെ മാക്സിമം കുത്തിയെടുത്തിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ ഇതാ മാക്സിമം നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ കുറേ നേരം കുത്തിക്കഴിഞ്ഞതിൻ്റെ ഫുൾ നീര് നമുക്ക് കൈ കിട്ടുക. ചെറുങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരു ജാതി കളറിന് വ്യത്യാസമൊക്കെ കാണും. തോടെടുത്തിട്ട് പോയിട്ട് മറ്റാൾ ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ്. കുഞ്ഞോട്ടന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അന്നേരത്തെ കസാരൻ്റെ പുളിയൊക്കെ ഫുള്ള് വെള്ളമാക്കി ഇങ്ങനെ കൈകൊണ്ട് മാന്തി വെള്ളം അങ്ങ് വരുന്നുണ്ട്. അവിടെ ഫുള്ളിനി വീട് വൃത്തിയാക്കി എടുക്കണം. അവിടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും പണിയെടുക്കണം. പിന്നെ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് വിചാരിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ നമ്മൾ നല്ല ചെറിയ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തൊക്കെ വലിയ സ്പൂണങ്ങ് എടുത്ത് കരണ്ടി അങ്ങ് എടുത്തിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണേ. നല്ല മധുരമുള്ള തണ്ണിമത്തനാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതി. പിന്നെ നമ്മൾ പാലും കൂടി ഒഴിക്കുന്നതുകൊണ്ട് എന്താക്കണം, കുറച്ചുകൂടി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടത്ര പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് കുറച്ച് നേരം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നേരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചാലും മതി കേട്ടോ. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുടിക്കാനാണെങ്കിൽ അടിപൊളി. തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പൊന്നും കൊടുക്കുന്നില്ല. ലേശം പാല് തണിഞ്ഞ കട്ടപ്പാലാണെങ്കിലും ഇത് നമ്മൾ കാച്ചി തണുപ്പിച്ച പാലാണ് കേട്ടോ. മക്കൾക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞൂട്ടിനൊക്കെ അങ്ങനെ പച്ചപ്പാൽ കുടിച്ച് ശീലമില്ല. അങ്ങനെ പാലും കൂടി ഒഴിച്ചെടുത്ത് ഇതിങ്ങനെ കടിക്കാനൊക്കെ ആവുമല്ലോ. നല്ല ടേസ്റ്റിയായ ചൂടിന് തണുപ്പും എല്ലാം നിറഞ്ഞ അടിപൊളി വത്തക്ക ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഷേക്കൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ 3 ആളാണ് എടുത്തേക്കുന്നത്. തണുപ്പായതുകൊണ്ട് ഹസ്സിനാണ് പേരും പനിയാണ്. അന്നേരം ഹസ്ബൻഡിന് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മാറ്റി വെച്ചിട്ട് ഞങ്ങളെ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ പനി അങ്ങനെ വന്നിട്ടില്ല, ചെറുങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അതാ കുഞ്ഞുട്ടിനോട് സൂപ്പർ പറയുമ്പോൾ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് കേട്ടോ അവിടെ ആക്ഷനും ഒക്കെ കാണിക്കുന്നത്. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. അടുത്തൊരു വീഡിയോയുമായി വരാം. ടേക്ക് കെയർ.